ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് വെച്ച് കണ്ട ഒരു ചെറിയ പേടിപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അണലിയുടെ ഇനത്തിൽപ്പെട്ട ഈ പാമ്പിനെ കണ്ടത്. മലബാർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന ചോലമണ്ഡല ഇനത്തിൽപ്പെട്ട ഒരു വിഷപ്പാമ്പാണിത്. ഇതിന്റെ വിഷം അത്ര സാരമല്ല എങ്കിലും എല്ലാവരിലും അത് അങ്ങനെയാവണം എന്നില്ല. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഹിഡൻ ജെം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ് പൂച്ചക്കുളം വെള്ളച്ചാട്ടം. പൂച്ചക്കുളം വെള്ളച്ചാട്ടത്തെ പറ്റി അറിയുന്നവർ ഒരുപാട് പേരുണ്ടെങ്കിലും കോന്നിയിൽ വരുന്നവരിൽ കുറച്ചുപേർ മാത്രമേ അവിടെ പോകാറുള്ളൂ. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു രസകരമായ കാഴ്ചയായിരുന്നു കൂട് കൂട്ടുന്നതിനായി മരത്തോൽ ശേഖരിക്കുന്ന മലയണ്ണാന്റെ കാഴ്ചകൾ. പത്തനംതിട്ട ജില്ല, അതിൽ കോന്നി പ്രത്യേകിച്ച്, ഒരുപാട് മനോഹരങ്ങളായ വെള്ളച്ചാട്ടങ്ങളാൽ സമൃദ്ധമായ ഒരു പ്രദേശമാണ്. അതിൽ പലതും ആ പ്രദേശവാസികൾക്ക് മാത്രം അറിയുന്നിടങ്ങളാണ്. കോന്നിയിലെത്തുന്നവരിൽ ഭൂരിഭാഗവും കുട്ടവഞ്ചി സവാരിയും ആനക്കോടും ചിലപ്പോൾ മണ്ണീറ വെള്ളച്ചാട്ടവും കല്ലാറിന്റെ തീരവും ഒക്കെ കണ്ടു മടങ്ങുന്നവരാവും. എന്നാൽ കോന്നിയിലെത്തി കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് ഈ വെള്ളച്ചാട്ടം. ഓഫ് റോഡുകളും കുത്തനെയുള്ള കയറ്റങ്ങളും വളവുകളും ഒക്കെ നിറഞ്ഞതാണ് ഈ യാത്രയെങ്കിലും ഡിഫിക്കൽട്ട് റോഡ്സ് ഓഫൻ ലീഡ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് പോലെ നമ്മൾ എത്തുന്നത് ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ്. വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് കയറാൻ ഒരു ചെറിയ ട്രെക്കിംഗ് ആവശ്യമാണ്. അതിന് സാധിക്കാത്തവരും നിരാശരാകേണ്ട കാര്യമില്ല. വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള പാലത്തിനടിയിലൂടെ ഒരു ചെറിയ സ്റ്റെയർ ഉണ്ട്. അതുവഴി വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാവുന്നതാണ്. അവിടെ നിന്നും വെള്ളച്ചാട്ടം കാണാനും ഇറങ്ങി ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അതുവഴി തന്നെ വേണമെങ്കിലും വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. എന്നാൽ വഴുക്കനായ പാറകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ യാത്ര കുറച്ച് റിസ്കിയാണ്. വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് സേഫായ വഴി എന്ന് പറയുന്നത് പാലം കടന്ന് മുൻപിലേക്ക് പോകുമ്പോൾ വെള്ളച്ചാട്ടത്തിന് ഇടതുവശത്തുള്ള കുന്നു കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് പോകുന്തോറും കാഴ്ചകളുടെ ഭംഗിയും കൂടി വരുന്നതായി കാണാം. ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലെ കൊടും കാടിനുള്ളിൽ ശാന്തസുന്ദരമായ ഒരു അരുവിയും അതിലെ വെള്ളച്ചാട്ടവും അതേ ഒരു ആംബിയൻസ് ആണ് എനിക്ക് ഇവിടെ എത്തിയപ്പോൾ അനുഭവപ്പെട്ടത്. നാട്ടിലധികം കണ്ടിട്ടില്ലാത്തതും അപൂർവങ്ങളുമായ ഒരുപാടിനം സസ്യജന്തുജാലങ്ങളെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. ചുറ്റുമുള്ള വലിയ മലകളുടെയും വനഭൂമിയുടെയും വെള്ളച്ചാട്ടത്തിന് കുറുകെയുള്ള പാലത്തിൽ നിന്നുള്ള കാഴ്ചകളും ഒക്കെ കൂടി ഒരു ഭംഗിയുള്ള സ്ഥലമാണിത്. കോന്നിയിൽ നിന്നും അടവി, അവിടെ നിന്നും തേക്ക് തോട്, അവിടെ നിന്നും ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ചെറിയൊരു ഡീവിയേഷൻ ഇടത്തേക്ക് തിരിഞ്ഞാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. ഓഫ് റോഡുകളും കുത്തനെയുള്ള കയറ്റങ്ങളും വളവുകളും ഒക്കെ നിറഞ്ഞതാണ് ഈ യാത്രയെങ്കിലും നമ്മൾ എത്തുന്നത് ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക്. ഇവിടേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് വനഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിലുമായിട്ടാണ് വെള്ളച്ചാട്ടവും അവിടേക്ക് വരുന്ന വഴികളും ഒക്കെ. വഴുക്കനായ പാറയുടെ രൂപത്തിലും ഇഴജന്തുക്കളുടെ രൂപത്തിലും വന്യമൃഗങ്ങളുടെ രൂപത്തിലും ഉയരത്തിന്റെ രൂപത്തിലും ഒക്കെ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. ഇതെല്ലാം കരുതി വേണം യാത്രയിലുടനീളം. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കരുതി വേണം കാട് പിടിച്ചിടങ്ങളിലും പാറയിടുക്കുകൾക്കും അടുത്തൂടെയൊക്കെ നടക്കുന്നതും ഇരിക്കുന്നതും. ഇവിടേക്ക് വരുന്ന വഴിയുടെ കണ്ടീഷൻ അത്ര നല്ലതല്ല. പലയിടത്തും റോഡ് പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. റോഡിന് വീതി കുറവാണ്, പോരാത്തതിന് കയറ്റത്ത് വലിയ വളവുകളുമുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടികളുമായി വരുന്നവർ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടി വരും. ബൈക്കും ജീപ്പും SUVയും പോലെയുള്ള വാഹനങ്ങളിൽ വരുന്നതാണ് നല്ലത്. അധികം സഞ്ചാരികൾ എത്താത്തത് കൊണ്ട് തന്നെ പൊല്യൂഷനും വളരെ കുറവാണ് ഇവിടെ വരുന്നവർ ദയവ് ചെയ്ത് പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കാതെ കാഴ്ചകൾ കണ്ട് മടങ്ങാൻ ശ്രദ്ധിക്കുക. വെള്ളച്ചാട്ടത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും കാഴ്ചകളാണ് തുടർന്നുള്ള വീഡിയോയിൽ.